എന്താണ് കള? കളയെന്ന് പറയുന്നത് അതിൽ തന്നെ കളയല്ല, ഓരോന്നിനും വിലയുണ്ട്. അസ്ഥാനത്തെ വിളയാണ് കള. ഒന്നും അതിൽ തന്നെ കളയല്ല, അസ്ഥാനത്തെ വിളയാണ് കള. ഖുർആൻ വളരെ നല്ലതാ. ഭ്രാന്ത് പിടിച്ച മുസൽമാൻ ആ ഖുർആൻ വെച്ച് മറ്റുള്ളവരെ കൊല്ലും. നല്ല മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യുകയില്ല. രാമായണം വളരെ നല്ല. ഭ്രാന്ത് പിടിച്ച ഹിന്ദു തീവ്രവാദികൾ അത് വെച്ച് മറ്റുള്ളവരെ കൊല്ലും. നല്ല അറിവുള്ള ഹൈന്ദവർ എത്ര ആഴമുള്ളവരാ, അവരെങ്ങനെ ചെയ്യുകയില്ല. വേദപുസ്തകം ദൈവം നിവേശിക്കുന്നു. ഈ വിവരം കേട്ട ഗ്രൂപ്പുകൾ അത് വെച്ചുകൊണ്ട് മറ്റുള്ള മതങ്ങളെ നിന്ദിക്കും. പക്ഷേ ബൈബിൾ അറിവും പഠിത്തമുള്ളവർ ഒരു മതത്തെ നിന്ദിക്കുകയല്ല, ഒരു വിശ്വാസത്തെയും പരിഹസിക്കുകയല്ല. നിന്റെ വിശ്വാസത്തെ രക്ഷിച്ചിരിക്കുന്നു. കർത്താവിന്റെ വാക്കുകൾ ചൂണ്ടുപലകയായി നമ്മുടെ മുമ്പിൽ നിൽക്കും. ഇപ്പം നിന്ദിക്കുന്നവരും പരിഹസിക്കുന്നവരും ഒക്കെ മറ്റു മതങ്ങളെ പുച്ഛിക്കുന്നതൊക്കെ പഠിത്തമില്ലായ്മ കൊണ്ടും അറിവില്ലായ്മ കൊണ്ടുമാണ്. അസ്ഥാനത്തെ വിളയാണ് കള. പ്രൈസ് ദി ലോർഡ് എന്നുള്ള വാക്ക് നല്ല വാക്കാണ്. ചില ചുമ്മാ കോട്ടുവായിടുന്ന പോലെ, പൂട്ടിലടിക്ക് പീര പോലെ പ്രൈസ് ദി ലോർഡ് ഇങ്ങനെ പറയുന്നേക്കാം. അത് അരോചകമാണ്. അതിനൊക്കെ ഒരു വിലയുള്ള വാക്കാണ്. വല്ലോ 2 പോയിന്റ് പറയാൻ മറന്നുപോയോ, പിന്നെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഈ പ്രൈസ് ദി ലോർഡ് പറഞ്ഞിടും. അത് പറയേണ്ട ഒരു സ്ഥലമുണ്ടല്ലോ. ഒരു മനുഷ്യൻ സാക്ഷ്യം പറയുകയാണ്, ഞാൻ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ മഹാപാപിയായിരുന്നു. ഒരുപാട് പെണ്ണുങ്ങളുടെ പുറകെ പോയി. എത്ര പേരുടെ പുറകെ പോയി നിന്നു എണ്ണാൻ കൂടെ പറ്റുന്ന അത്രയും പേരുടെ പുറകെ പോയി. പ്രൈസ് ദി ലോർഡ് അവിടെ പറയേണ്ട വാക്കല്ലല്ലോ, ഇത് പറയാൻ വേറെ സ്ഥലമുണ്ട്. അസ്ഥാനത്തെ വിളയാണ് കള എന്ന് പറയും. അസ്ഥാനത്തെ വിള. നെല്ല് നട്ടെടുത്ത് ചീര മുളച്ചാൽ ചീര കള. ചീര മോശമല്ല. നെല്ലും നട്ടെടുത്ത് ചീര മുളച്ചാൽ ചീര കള. ചീര നട്ടെടുത്ത് നെല്ല് മുളച്ചാൽ നെല്ല് കള എന്നാണ് പറയുക. ചാണകക്കുഴിയിൽ കുഴമ്പ് പോലെ ചാണകം കിടക്കുമ്പോൾ ഉഗ്ര സാധനം ഊറ്റം വളം. പക്ഷെ ഊട്ടുമേശയെ ചോറിനെടുത്ത് സോസറിൽ ചാറുപോലെ വിളമ്പി വെച്ചാൽ അത് വൃത്തികെട്ട സാധനം. ബൈബിൾ വാക്യം അങ്ങനെ. അസ്ഥാനത്ത് വെച്ചാൽ ദൈവവചനവും വികൃതമായിട്ട് മാറും. അത് വെക്കേണ്ട ഒരു സ്ഥലമുണ്ട്. ഒരു മനുഷ്യൻ ഒരു ധ്യാനമന്ദിരത്തിൽ ധ്യാനം കൂടാൻ പോയി. ധ്യാനം കൂടിയ ആവേശത്തിൽ കിട്ടിയ ബൈബിൾ വാക്യം മുഴുവൻ കെട്ടിച്ചുമന്ന് കൊണ്ടുവന്ന് വീടിന്റെ വിവിധ ഭാഗത്ത് ആണിയടിച്ച് തൂക്കി. മുറത്തിന്റെ മുഴുപ്പിൽ, കലണ്ടറിന്റെ മുഴുപ്പിൽ, പോസ്റ്റ് കാർഡിന്റെ മുഴുപ്പിൽ. അന്ന് ഉച്ച കഴിഞ്ഞ് 2:30 ആയപ്പോൾ വീട്ടിലെ 25 വയസ്സുള്ള വേലക്കാരി ഇനി ഞാനിവിടെ നിന്ന് ശരിയായില്ലെന്ന് പറഞ്ഞ് എല്ലാം കെട്ടിപ്പെറുക്കി യാത്രയായി. ഭാര്യ പറഞ്ഞു, താൻ എന്നാ ധ്യാനം കൂടിയാലും അരുതാത്ത നോട്ടമോ വേണ്ടാത്ത വർത്തമാനമോ പറഞ്ഞു. അതുകൊണ്ടാണ് പണിക്കാരി പോയത്. അവരുടെ മനസ്സാ വാചാ കർമ്മണ പള്ളിയെയും പട്ടക്കാരെയും പരിഹസിക്കുന്ന രീതി എനിക്കില്ല. പിന്നെ ധ്യാനം കൂടിയ എനിക്ക് ഈ ബഹുമാനവും പള്ളിയോടും ഒരു ആദരവുള്ള എനിക്ക് പെണ്ണുങ്ങളെ മോശമായിട്ട് നോക്കാൻ പറ്റുമോ? ഒരിക്കലും നോക്കിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ പോകാൻ എന്നാ കാരണം? വല്ലതും കട്ടോണ്ട് പോയോ? തപ്പിച്ചെന്നപ്പം ഒന്നും കട്ടോണ്ട് പോയിട്ടില്ല. ബൈബിൾ വാക്യമായിരുന്നു പ്രശ്നം. വീടിന്റെ വാതുക്കൽ ഒരു വചനം തൂക്കിയിരുന്നു, ഇന്ന് ഈ ഭവനം രക്ഷപ്പെട്ടിരിക്കുന്നു. അടുക്കളയിൽ മറ്റൊരു വചനം, അലസർ ഭക്ഷിക്കാതിരിക്കട്ടെ. ഭാര്യയുടെ മുറിക്കകത്ത് ഭാര്യമാരെ ഭർത്താക്കന്മാർ വിധേയരായിരിക്കുവൻ. മക്കളുടെ മുറിക്കകത്ത് കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെ അനുസരിക്കുവൻ. തപ്പി ചെന്നപ്പോഴാ 25 വയസ്സുള്ള വേലക്കാരി കിടക്കുന്ന മുറിയിൽ കട്ടിലിന് മുകളിൽ ആണിയടിച്ച് ഒരു വചനം തൂക്കിയായിരുന്നു. അതാണ് പ്രശ്നം. ആ വചനം എങ്ങനെയാണ്? മകളെ ഉണർന്നിരിക്കുക, രാത്രിയുടെ ഏത് യാമത്തിലും നിന്റെ യജമാനൻ നിന്നെ സന്ദർശിക്കുന്നതാണ്. ഇതാണ് വചനം. അപ്പൊ ദൈവത്തിന്റെ വചനമാണെങ്കിലും അസ്ഥാനത്ത് ആണിയടിച്ച് തൂക്കിയിട്ടാൽ അത് വികൃതം എന്നാണ് പറയുക. ഓരോന്നിനും ഒരു സ്ഥാനമുണ്ട്. അസ്ഥാനത്തെ വിളയാണ് കള എന്നാണ് പറയുക. ഇനി ചില ആൾക്കാരുണ്ട്, ഈശോയേക്കാൾ കൂടുതൽ സ്ഥാനം വിശുദ്ധർക്ക് കൊടുക്കും. അത് ശരിയല്ല. മിശിഹാചരിത്രം സിനിമ, യേശുവിന്റെ കയ്യിലും കാലിലും ആണിയടിച്ചു, രക്തം ചീറ്റി ഒഴുകുന്നു. ഇതുകൊണ്ട് അമ്മച്ചി പ്രാർത്ഥിക്കുക, എന്റെ അൽഫോൻസാമേ ഈശോ മിശിഹായെ രക്ഷിച്ചോണേ. അങ്ങനെയും പ്രാർത്ഥിക്കുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുക. അപ്പൊ ഈശോയ്ക്ക് സ്ഥാനം. ഇത് കഴിഞ്ഞ് വിശുദ്ധർക്ക്. ആരാണ് വിശുദ്ധർ? ഈശോ മിശിഹായുടെ സുവിശേഷം നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് ജീവിതം കൊണ്ട് പഠിപ്പിച്ചവരാണ് വിശുദ്ധർ. ഒരു കുടിയൻ എന്നും ഷാപ്പിൽ പോകും. ഷാപ്പിൽ പോകുന്ന വഴിക്ക് യൗസേപ്പ് പിതാവിന്റെ കുരിശുവിളി വന്ന് പ്രാർത്ഥിക്കും, എന്റെ ഔസേപ്പ് പുണ്യാള, തിരുകുടുംബത്തിന്റെ കാവലക്കാര, നാളെ കുടിക്കാൻ 25 രൂപ, ഇന്ന് ഷാപ്പിൽ നിന്ന് തിരിച്ചു വരുമ്പം ഇവിടെ തന്നെ വെച്ചേക്കണേ. കപ്പിയാരി ഈ പ്രാർത്ഥന കേട്ടു. അപ്പം യൗസേപ്പ് പിതാവിന് അല്പം പവറുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി കപ്പിയാർ എന്ത് ചെയ്തു? പലരോട് കടം മേടിച്ച് പല ദിവസങ്ങളിൽ 25 രൂപ കൃത്യമായിട്ട് ഇങ്ങനെ വെക്കും. കുടിയൻ തിരിച്ചു വരുമ്പം അത് എടുത്തുകൊണ്ട് പോകും. കുടിയൻ പറഞ്ഞു തുടങ്ങി, ഡീസന്റ് ഔസേപ്പ്, സ്റ്റാൻഡേർഡ് ഉണ്ട്, വാക്ക് പറഞ്ഞാൽ ഫലിക്കും, ഇതാണ് പുണ്യവാളൻ. അങ്ങനെ നല്ല പബ്ലിസിറ്റിയായി. ഒരു ദിവസം കുടിയൻ ഷാപ്പിൽ പോകുന്നവർ പ്രാർത്ഥിച്ചു, എന്റെ ഔസേപ്പ് പുണ്യാള, നാളത്തേക്കുള്ള 25 ഇന്നും വെച്ചേക്കണേ. കപ്പിയാര് പലരോട് ചോദിച്ചിട്ട് 1 രൂപ കിട്ടിയില്ല. കപ്പിയാർക്ക് മനസ്സിലായി പൈസ വെച്ചില്ലെങ്കിൽ കുടിയൻ തെറി പറയും. കപ്പിയാര് യൗസേപ്പ് പിതാവിനെ കൊണ്ടുപോയി പള്ളിമുറി വെച്ചിട്ട് ഉണ്ണീശോയെ കൊണ്ടുവന്ന് അവിടെ വെച്ചു. കാരണം ഉണ്ണീശോ ആകുമ്പം കുടിയൻ ചീത്ത പറയല്ലോ.
കുടിയൻ ഷാപ്പിയും തിരിച്ചു വന്ന് വഴി കണ്ണടച്ച് പ്രാർത്ഥിച്ചു, എന്റെ ഔസേപ്പ് പുണ്യാളാ, നാളത്തേക്കൂടെ 25 ഇന്നും ഉണ്ടല്ലോ. നോക്കുമ്പം ഔസേപ്പ് താൻ വരും, ഉണ്ണീശോ ഇരിക്കുന്നു. കുടിയന്റെ മട്ടുമാറി, ആഹാ കക്ഷി എഴുന്നേറ്റ് പോയോ? മോനെ ചാച്ചൻ വല്ലതും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണോ പോയത്, അത് വെറുതെ അങ്ങോട്ട് എഴുന്നേറ്റ് പോകുമായിരുന്നു. അപ്പൊ ആരാണ് ഔസേപ്പ് പിതാവ്, ആരാണ് ഉണ്ണീശോ? കള്ളുകുടിയിൽ അറിയാം ആരാണ് വിശുദ്ധൻ എന്നുള്ളത്. ഒരു അരിയുത്തലപ്പള്ളിയിലെ പുണ്യവാളൻ ഗീവർഗീസ് പുണ്യാളനാണ്. തൊട്ടിപ്പുറത്ത് വേറൊരു പള്ളി പൂവത്തോട് പള്ളിയിലും ഗീവർഗീസ് പുണ്യാളനാണ്. അപ്പൊ സെന്റ് ജോർജ്, ഇപ്പം ഒരു കുടിയൻ ശരിക്ക് അരിച്ചപ്പെട്ട് പൂവത്തോട് വരിക, അരിയുത്തല ചെന്നപ്പോഴത്തെ പെരുന്നാളും ഭയങ്കര ആള്. പൂവത്തോട് പള്ളിയിലെ പുണ്യാളിനെ ആരും ശ്രദ്ധിക്കുന്നില്ല, അങ്ങനെ സാധാരണ പള്ളി പെരുന്നാളിന് മാത്രം ശ്രദ്ധിക്കുന്നു. ഒന്നുകൂടെ പറയാണ് നോക്കിയിട്ട്, ഒരുത്തൻ അരിയുത്തല ചാക്ക് കണക്കിന് കാശ് കുലുക്കു ഉണ്ടാക്കുമ്പം ഒരുത്തൻ പാമ്പിന്റെ വായി കോലുവിട്ട് ഇക്കിളിയും കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് ചോദിച്ചു. ആരാണ് വിശുദ്ധാത്മാക്കളുടെ തിരിച്ചറിവുകൾ? ഇവിടെയാണ് പറയുക, വിശുദ്ധ മാതാവ് കഴിഞ്ഞാൽ പിന്നെ വിശുദ്ധരോട് വണക്കം. വേദോത്സവം സഭയിൽ സഭയോട് ചേർന്ന് പഠിക്കണം. അതും സഭയുടെ പ്രബോധനമാണ്, അപ്പസ്തോലിക പാരമ്പര്യമാണ്. ബൈബിളിൽ വെച്ച് ആർക്കും എന്ത് വെള്ളം പറയാമല്ലോ. ആർക്കാ പറയാൻ വരാത്തത്? മുകളിൽ ഒരു ദൈവം ഇല്ല, ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. മുകളിൽ ഒരു ദൈവം ഇല്ല. പക്ഷെ കീഴെ ഇങ്ങനെയും കൂടെ പറഞ്ഞു, മുകളിൽ ഒരു ദൈവം ഇല്ല എന്ന് മൂടൻ തന്റെ ഉള്ളിൽ പറഞ്ഞു. അപ്പോഴാണ് ബൈബിൾ പൂർത്തിയാവുക. ബാബുപോൾ, ഇപ്പൊ ഈ ബാബുപോൾ ഇടുക്കി ജില്ലാ കളക്ടറായിരുന്നപ്പോൾ അന്ന് 1970-കളിൽ 2 ദിവസം അടുപ്പിച്ച് ഇടുക്കി ജില്ലാ ബന്ദ് വന്നു. ബന്ദ് വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ താമസിക്കുന്ന സ്ഥലത്തുള്ള ജലവിതരണം താറുമാറായി. അപ്പോൾ ജോലിക്കാരും ബന്ധായതുകൊണ്ട് ഇദ്ദേഹം അവിടെ ഒരു ബന്ദിക്കോസ് മെക്കാനിക്കുണ്ട്. അപ്പൊ ആ മെക്കാനിക്കിനെ വിളിക്കാൻ വേണ്ടി ജോലിക്കാരനെ പറഞ്ഞു വിട്ടു. പക്ഷെ ബാബുപോളിന്റെ വീട്ടിലേക്ക് ചെല്ലാൻ അയാൾക്ക് താല്പര്യക്കുറവ്. 2-ാം ദിവസം ബാബുപാടെ ബുദ്ധിമുട്ട്. ഇപ്പം ബാബുപോൾ സാറ് ഒരു ബൈബിൾ വാക്യം കുക്കിന്റെ കൊടുത്തു വിട്ടു ഈ ബന്ദിക്കോസ് മെക്കാനിക്കിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് ലൂക്ക 7:20 ഒരു കുറിപ്പ് മാത്രം. അത് കിട്ടിയ പാടെ മെക്കാനിക്ക് വന്ന് എല്ലാ ആഴ്ച ഫിറ്റ് ചെയ്തു, സകല പണിയും പൂർത്തിയാക്കി പോയി. ആകപ്പാടെ ചെലവ് ഒരു ബൈബിൾ വാക്യം ലൂക്ക 7:20. എന്താ ലൂക്ക 7:20? സ്നാപയോഹന്നാൻ ഹെറോദേസിന് ജയിലിൽ വധശിക്ഷ കാത്തു കിടക്കുന്നു. ഇപ്പൊ സ്നാപകന്റെ ശിഷ്യന്മാര് യോർദാന്റെ തീരത്ത് വന്നു. കുരുടരെ കാണുന്നു, ചെകിടരെ കേൾക്കുന്നു, മുടന്തർ ഓടുന്നു. കണ്ട കാര്യമെല്ലാം സ്നാപകന്റെ ശിഷ്യന്മാര് സ്നാപകനോട് പറഞ്ഞു. പറഞ്ഞപ്പോൾ യോഹന്നാനൊരു സംശയം, ഇത് ക്രിസ്തുവാണോ വേറെ വല്ലവരുമാണോ? അതിനൊരു കുറിപ്പ് കൊടുത്തുവിട്ടു ശിഷ്യന്മാരിൽ യേശുവിന്റെ കൊടുക്കാൻ. അതാണ് ബാബുപോൾ കുക്കിന്റെ കൊടുത്തു വിട്ടു ബന്ദിക്കോസ് മെക്കാനിക്കിന് കൊടുക്കാൻ. ആ ലൂക്ക 7:20 അതിങ്ങനെയാണ് ആ വാക്യം. വരാനിരിക്കുന്നവൻ നീ തന്നെയാണോ, അതോ വേറൊരുത്തനെ ഞാൻ കാത്തിരിക്കണം? ആകപ്പാടെ ചെലവ് ഒരു ബൈബിൾ വാക്യം മാത്രം. ഇപ്പം വചനം വെച്ച് നമുക്ക് കാര്യം നടത്താൻ പറ്റും, കാര്യങ്ങൾ നേടാൻ പറ്റും. ഒരു വീട് വെഞ്ചരിക്കാൻ അവകാശം വെള്ളയുടുപ്പയുടെ വികാരിയച്ഛന്. അച്ഛൻ വരാമെന്ന് പറഞ്ഞു. വീട്ടിലെ അമ്മച്ചിക്ക് കൊവേന്തപ്പട്ടക്കാരൻ അച്ഛനുണ്ട്, അച്ഛനും വരാമെന്ന് സമ്മതിച്ചു. അതിപുരാതന കാലം മുതലേ കേരളത്തിൽ വിശ്വാസമാണ് ഭൂതപ്രേതങ്ങളെ എടുത്തു മാറ്റാനും കൂടോത്രം എടുക്കാനും പിശാചിനെ ബന്ധിക്കാനും ഞങ്ങളെയാണ് വിളിക്കുക കപ്പുച്ചിൻ അച്ഛന്മാര്. അപ്പൊ അങ്ങനെയുള്ള ഒരു കപ്പുച്ചിൻ വൈദികനെയും വിളിച്ചു. നല്ല നരച്ച നീണ്ട താടിമീശയും മുഴുത്ത വയറും പൊക്കമൊക്കെ ഉള്ള അച്ഛൻ. സാധാരണ അച്ഛന്മാരങ്ങനെയാണ്. ഞാൻ അത്ര എത്തിയിട്ടില്ല, പടിപടിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനി വരുമ്പോൾ ആ ഷേപ്പിലായിരിക്കാം ചിലം വരാനുള്ള സാധ്യത. അപ്പൊ അച്ഛനെയും വിളിച്ചു. 3 അച്ഛന്മാര് വന്നപ്പം പലകൂട്ടം ഐറ്റങ്ങൾ ഒരുക്കി വെച്ചു. ആ കൂട്ടത്തിൽ വീട്ടിലെ അമ്മച്ചിക്ക് ഒരു മുഴുത്ത ആവോലി മീൻ കിട്ടി. ആ മീനെ തല മുറിച്ചിട്ട് നല്ല തലമുറി, ഒത്ത നടുമുറി, മെലിഞ്ഞ വാലുമുറി 3ആയിട്ട് മുറിച്ചു. തേങ്ങാപ്പാലിനകത്ത് ശരിക്കും വേവിച്ച് കുടംപുളി ഇട്ട് സവോള അരിഞ്ഞിട്ട് ഇഞ്ചി ചതച്ചിട്ട് ഒലത്തി മേശപ്പുറത്ത് വെച്ചു. 3 അച്ഛന്മാരും വെഞ്ചരിച്ച് ഊട്ടുമുറി വന്നപ്പം 3 കഷ്ണം മീൻ നുറുക്ക് എരിവും ചൂള ചാരണത്തിന് തുള്ളിത്തുള്ളി കളിക്കുന്നു. 3 അച്ഛന്മാരുടെയും വായിൽ നയാഗ്ര വെള്ളച്ചാട്ടം. പക്ഷെ അച്ഛന്മാരിലെ ആശയടക്കം കാണിച്ചില്ലേ മോശം, കടിച്ചു പിടിച്ചു. തമ്മിൽ കൊതി കൂടുതലും ആശയടക്കം കുറവും വികാരിയച്ഛനായിരുന്നു. അച്ഛനോർത്തു പെട്ടെന്നെടുത്ത് നിന്നാ മോശം, ഒരു ബൈബിൾ വാക്യം പറഞ്ഞിട്ട് കഴിക്കാം. അച്ഛൻ പറഞ്ഞു, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ഈശോമിശിഹ പറഞ്ഞിട്ടുണ്ട്, 2 or 3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ നടുവിൽ ഞാനുണ്ടായിരിക്കും എന്ന് പറഞ്ഞ് നടുമുറി എടുത്ത് അച്ഛനങ്ങ് തിന്നു. കൊവേന്തപ്പട്ടക്കാരൻ നോക്കിയപ്പോൾ അതിനേക്കാൾ ബിരുദന. അദ്ദേഹം പറഞ്ഞു, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ഈശോമിശിഹ പറഞ്ഞിട്ടുണ്ട്, ഒരു കാലത്തൊരു കൂട്ടായ്മ ഉണ്ടാകും, അതിന്റെ ആദിയും അന്ത്യവും ഞാനാകുന്നു. തലമുറിയും വാലുമുറിയും എടുത്ത് ഈ അച്ഛനങ്ങ് തിന്നു. കപ്പുച്ചിനച്ഛൻ നോക്കും, മീനിന്റെ മുള്ളോ പൊട്ടോ പൊടിയോ ബാക്കിയില്ല. എരിവും ചൂടുമുള്ള ചാറ്. അരിശം വന്ന അച്ഛനെ നരച്ചു നിന്റെ താടിമീശ 5-6 പ്രാവശ്യം
ചാലിലേക്ക് മുക്കുകയും മുക്കുകയും ചെയ്തു. എന്നിട്ട് ശക്തമായിട്ട് കുടഞ്ഞു. അവർ ചോദിച്ചു, അച്ഛനെ ഇങ്ങനെ കാണിക്കുന്നത്? അച്ഛൻ പറഞ്ഞു, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട്, സോപ്പാ കൊണ്ട് എന്നെ തളിക്കണമെന്ന് പറഞ്ഞു അങ്ങ് വീശിക്കൊടുത്തു. ആർക്ക് പറഞ്ഞു ചിരിക്കാൻ പറ്റും, കരയാൻ പറ്റും, മാനസാന്തരപ്പെടാൻ പറ്റും. ഇപ്പൊ ദൈവത്തിന്റെ വചനം നമ്മൾ സഭയോടൊത്ത് പഠിക്കുക, സഭയോടൊത്ത് ഉൾക്കൊള്ളുക, അത് ബോധം നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. സമാധാന സ്ഥാപകർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും.